ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറും 15 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട യെല്ലോ ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞ ജിലേബി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങൂലേ, സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യം 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ, അതായത് 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് അലിയിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു നിർബന്ധമില്ല, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒന്നും ചേർക്കണമെന്നില്ല, ഷുഗർ സിറപ്പ് മാത്രം തന്നെ മതിയാവും. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ നന്നായിട്ട് കിടന്നിട്ട് തിളക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇതിനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആക്കുന്നില്ല കേട്ടോ. കറക്റ്റ് ഒരു 7 മിനിറ്റ് തന്നെ തിളച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങ ഇങ്ങനെ പിഴയണമെന്നില്ല, വേറെ പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങ നീര് കൂടി പോകണ്ട കേട്ടോ, 1 ടീസ്പൂൺ തന്നെ മതിയാവും. ഇപ്പോൾ ഞാനിതൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആയിട്ടില്ല, ചെറിയൊരു ഒട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി ജിലേബി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പിന്നെ കോൺഫ്ലവറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്കും നാരങ്ങാ നീര് വേണം, 2 ടീസ്പൂണാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കപ്പ് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിക്കുക, മിക്സ് ചെയ്യുക അങ്ങനെ. എന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്തിട്ടുണ്ടത്, ഞാൻ ഫുഡ് കളർ ചേർക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്താലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലുള്ള ഒരു മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തിലെങ്കിലും ഒന്ന് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിവിടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, നമ്മുടെ ഓയിൽ, അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫ്രൈ പാനിൽ ഓയിൽ വെക്കുക കേട്ടോ നല്ലത്. കുറച്ചധികം കുഴിയുള്ള പാത്രമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്ര നീറ്റായിട്ട് ജിലേബി കിട്ടില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചട്ടുക എന്തെങ്കിലും അതിലേക്ക് മുക്കി വെച്ചിട്ട് അതിന്മേൽക്കൊക്കെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഫ്രൈ പാനിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമേ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ജിലേബി വരുള്ളൂ. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ചിട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ വേറൊരു കാര്യം, ഇതൊന്ന് ചുറ്റിച്ചിട്ട് എടുത്താൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഫ്ലെയിം. ഇനിയും നമ്മൾ ഒരുപാട് ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ പുറം ഭാഗം മുരിഞ്ഞു പോകും. പക്ഷേ ഇത് നമ്മൾ ജിലേബി റെഡിയാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് പെട്ടെന്ന് തണുത്ത് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുത്തിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചൂടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുക, അതിലേക്ക് വേണം നമ്മൾ ഈ ജിലേബി ഇടാൻ. അപ്പോൾ ഇതിട്ടിട്ട് ഒരുപാട് സമയം സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇടുക. അപ്പോഴേക്കും നമുക്ക് കാണാം അത് ആ ജിലേബി ആ ഷുഗർ സിറപ്പ് അങ്ങ് വലിച്ചെടുക്കുന്നത്, അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ഒന്ന് തിരിച്ചു വിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് എടുക്കാം. ഒരുപാട് സമയം സോക്ക് ചെയ്ത് വെച്ചാൽ അത് വല്ലാണ്ട് കുഴഞ്ഞു പോകും, അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് ഷുഗർ സിറപ്പ് കുടിച്ചിട്ട് റെഡിയാകും. അപ്പോൾ ഇതിന് നേരെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ യെല്ലോ ജിലേബി ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണേ.